Karan just told me that we have delegates from a lot of different states here, all the way from New York, Pennsylvania, Canada, Atlanta, Toronto. So on the behalf of Dr. Kala Shahi and team, welcome to the DC metro area. Let's all give them a big hand of applause to all of you. Let me tell you what Kala has. Kala is the medical director of the First Clinic Urgent Care System. She's currently the medical director of Second Chance Addiction Center, a research coordinator, Center for Behavioral Health. She's a woman business owner. She's the current general secretary of FOCANA. She's an active member of KGW and KCS. And beyond all that, a very good human being, a wonderful artist whose programs we have so much enjoyed across so many years, across the different organizations, the DC metro area, be it KGW, KCS, Kairali, or the WMC. We can all be rest assured that if you give a program to Kala, we don't need to look back because she would make it a splendid success. And I'm sure I cannot think of any other better person to lead the FOCANA legacy team than Dr. Kala Shahi. Let's give her a big round of applause to Kala. Legacy ടീമിന്റെ പേരിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. വാഷിംഗ്ടൺ DC-ക്ക് പുറത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിറയെ ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, കാനഡ, Chicago and Atlanta. And thank you for taking effort, find time and to come all the way here to support my team. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ പോറ്റമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേറ്റർ വാഷിംഗ്ടൺ മെട്രോപൊളിറ്റൻ ഏരിയയിലുള്ള ആളുകൾ എൻ്റെ സഹോദരങ്ങളാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എൻ്റെ വീട്ടിലുണ്ട് അവരെല്ലാവരും. അത്രയ്ക്ക് കരുതലോടെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. അത്രയും സ്നേഹവും സൗഹൃദവുമുള്ള നിങ്ങളുടെ ഈ പിന്തുണ ഞങ്ങളുടെ ഈ ടീമിന് വളരെ അത്യാവശ്യമാണ്. മലയാളി പ്രവാസി സംഘടനകളുടെ ദേശീയ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക അഥവാ ഫൊക്കാനയ്ക്ക് ഏകദേശം 40 വർഷത്തെ ചരിത്രമുണ്ട്. നിരവധി നേതാക്കന്മാർ, ഡോക്ടർ അനിരുദ്ധൻ തുടങ്ങി നിരവധി നേതാക്കന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ ഇത്ര അത്യുന്നതത്തിലെത്തിയ മഹത്തായ ഈ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ബാബു സ്റ്റീവന്റെ നേതൃത്വത്തിൽ നിരവധി കർമ്മ പദ്ധതികളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതും അതിൽ പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാനും ആദ്യത്തെ വനിതാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ഈ കറണ്ട് കമ്മിറ്റിയോടൊപ്പം വർക്ക് ചെയ്യുകയും ഈ കറണ്ട് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയപ്രദമായി കൈകാര്യം ചെയ്യുവാനും സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന ശൈലിയുടെ, അതായത് കഴിഞ്ഞ 2 വർഷത്തെ ശ്രമകരമായ പ്രവർത്തന പശ്ചാത്തലത്തിലാണ് അടുത്ത 2024-26 ഭരണസമിതിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതോടൊപ്പം ടീം ലെഗസി എന്ന പേരിൽ പ്രൗഢവും ഗംഭീരവുമായ ഒരു ടീമിനെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ പോറ്റമ്മ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഈ വാഷിംഗ്ടൺ DC-യുടെ പിന്തുണ വളരെ അനിവാര്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ടീമിന് തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫൊക്കാനയിൽ ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. ഫൊക്കാനയുടെ ആദ്യകാലങ്ങളുണ്ടായ വാഷിംഗ്ടൺ DC-യിലെ കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം 2008, 2010 എന്നീ വർഷങ്ങളിൽ ശ്രീ പോൾ കറുകപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനുകളിൽ 2ലും കൾച്ചറൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുശേഷം 2019 കൊറോണ മഹാമാരിയിൽ സംഘടനകളും ജനങ്ങളും വിറങ്ങലിച്ചു നിന്ന സമയത്ത് ഞാൻ വിമൻസ് ഫോറം ചെയറായിട്ട് ഫൊക്കാനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ സമയത്ത് എൻ്റെ ടീമിലേക്ക് ഏകദേശം 150ഓളം വനിതാ ലീഡേഴ്സിനെയാണ് ഞാൻ സംഘടിപ്പിച്ചത്. ഞങ്ങളെല്ലാവരും ചേർന്ന് നിരവധി കർമ്മ പദ്ധതികളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. അതിലൊന്നാണ് ശ്രീ ഗോപിനാഥ് മുതുങ്ങാടിൻ്റെ
അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചില ധനസഹായങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടി അവർക്കൊരു കരിഷ്മ എന്നുള്ളൊരു പ്രോജക്റ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാനുമുള്ള ഒരു കരിഷ്മ സെന്റർ സ്ഥാപിക്കാനായിട്ട് ഫൊക്കാനയുടെ വിമൻസ് ഫോറം ട്രൈ ചെയ്യുകയുണ്ടായി. അത് വളരെ വിജയപ്രദമായ രീതിയിൽ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ വർഷത്തെ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തത്. ഈ സമയത്ത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഫൊക്കാനയുടെ കൺവെൻഷൻ വരാൻ പോവുകയാണ്. ഈ വരുന്ന ജൂലൈ 18, 19, 20 തീയതികളിൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് ഉള്ളു ഇവിടുന്ന്, അവിടെയുള്ള ബെത്തസ്ഡ മൊൺഗോമറി കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഫൊക്കാനയുടെ 21ാമത് അന്താരാഷ്ട്ര കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. അതിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതുവരെയുള്ള ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഇത്രയധികം ഭംഗിയായിട്ടുള്ളത് ഉണ്ടായതിന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ടീമിനെ കുറിച്ചാണ്. ഞങ്ങളാരും ഒരു മൈക്കെടുത്ത് ഒരു പ്രസംഗം പറയാനല്ല, എന്നാൽ പ്രവർത്തിച്ച് നമ്മളുടെ സംഘടനയെ ശാക്തീകരിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഈ സംഘടനയ്ക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഫോട്ടോസോ ഗ്രൂപ്പ് ഫോട്ടോസോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉടനീളമുള്ള ആളുകളുമായി നിന്നുള്ള ഫോട്ടോസോ ഒന്നും തന്നെ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടെന്ന് വരികയില്ല. പക്ഷേ എൻ്റെ പ്രധാന ലക്ഷ്യം സംസാരിക്കുന്നതിൽ കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. That's what I give importance. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം ഫൊക്കാനയിൽ പ്രവർത്തിച്ചപ്പോൾ I learned a lot about Focana, in and out, ups and downs, and I understand there is a gap in Focana activity, especially between the bylaws and the Focana activities. There is a big gap. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഈ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ വ്യക്തികളെയും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ടീമിലുള്ള ആരും തന്നെ എൻ്റെ ചങ്കോ എൻ്റെ ചങ്ക് ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവോ ആരും തന്നെ ഇല്ല. എല്ലാവരും തന്നെ അവരവരുടെ റീജിയനുകളിൽ അവരവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ച് പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തികളെ മാത്രമാണ് ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ചില സംഘടനകളിൽ ഞാൻ അവൻ നിൽക്കുവാണെങ്കിൽ ഇവൻ നിൽക്കും, ഇദ്ദേഹം നിൽക്കുവാണെങ്കിൽ അദ്ദേഹം നിൽക്കുക, അങ്ങനെയൊന്നുമല്ല. ഇത് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാം തന്നെ നടത്തിയതിനു ശേഷം മാത്രമാണ് നമ്മുടെ കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ലീഡേഴ്സാണ് നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ളത്. ആ കമ്മിറ്റിയിലുള്ള അത് മാത്രമല്ല, ഞങ്ങൾ ഒരു മുന്നോട്ട് നമ്മുടെ ഫൊക്കാന എന്ന പ്രസ്ഥാനത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫൊക്കാനയുടെ ബൈലോ വ്യക്തമല്ല. അതിലെ നിയമാവലിയിൽ നിറയെ അവ്യക്തതയുള്ളത് കൊണ്ട് നമ്മുടെ ഭിന്നതകളും തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിൽ വളരെയധികം കാലതാമസം സംഭവിക്കുകയും നമ്മുടെ പല കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഭരണസമിതിയിൽ വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൊക്കാനയുടെ നിയമാവലി റിവ്യൂ ചെയ്യുകയും അത് പുനരുദ്ധരിക്കുന്നതിനായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ കമ്മിറ്റിയിൽ പാസ്റ്റ് പ്രസിഡന്റ്സും പിന്നെ ഫൊക്കാന നിയമാവലിയെക്കുറിച്ച് അറിയാവുന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമ്മുടെ ഫൊക്കാനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ ചെയ്യുകയും അത് പുതിയ തലമുറകൾക്ക് അല്ലെങ്കിൽ കാലാനുസൃതമായ വ്യതിയാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സംഘടനയ്ക്ക്
ഉദ്ധാരണം സംഭവിപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഫൊക്കാനയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇനി വരുന്ന കമ്മിറ്റികൾക്ക് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാകുകയും everybody will be in the same page. There won't be any confusion. അപ്പോൾ സുതാര്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അടുത്തതായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫൊക്കാന ഹെൽപ്പ് ലൈൻ എന്നൊരു പദ്ധതി രൂപീകരിക്കുക എന്നുള്ളതാണ്. ഫൊക്കാന ഹെൽപ്പ് ലൈനിൽ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കും. അതിനകത്ത് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് health care workers like doctors, nurses, social workers, counselors, psychologists, financial managers, immigration lawyers തുടങ്ങിയ പ്രതിഭാശാലികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ രീതിയിലുള്ള ഗൈഡ് ലൈൻസും സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ്, സ്പൗസൽ അബ്യൂസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ ആ സ്പൗസിന് അറിയില്ലായിരിക്കും എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ഒരാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കുകയും എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്, ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഡീല് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ മെയിനായിട്ട് ഞാൻ കാണുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം ഡിവോഴ്സുകളും, പിന്നെ കുട്ടികളെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് പോകുന്നു. പിന്നെ അത് മാത്രമല്ല ഫൈനാൻഷ്യൽ ഡിസ്ട്രെസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഏതൊരു ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഈ ഫൊക്കാന ഹെൽപ്പ് ലൈനിൽ വിളിക്കുകയും അവർക്ക് വേണ്ടതായ ഗൈഡൻസ് തരുവാനും ഞങ്ങൾ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോജക്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ ബിസിനസ് സംരംഭകർക്ക്, സ്റ്റാർട്ടപ്പ് ബിസിനസ്, അതിന് വേണ്ട സപ്പോർട്ടും ട്രെയിനിങ്ങും ഗൈഡ് ലൈൻസും കൊടുക്കും. പിന്നെ നമ്മുടെ യുവതലമുറയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫൊക്കാനയിൽ യുവജനങ്ങൾ വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആകർഷകമായ മാതൃകാപരമായ ഒരു കാര്യങ്ങളും നമ്മുടെ സംഘടനകളിൽ ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ലോക്കൽ സംഘടനകൾ നോക്കൂ, അതിൽ നിറയെ യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്, നിറയെ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സംഘടനയുടെ പരിപാടിക്ക് പോയി. 100-200-300ഓളം കുട്ടികളാണ് അവിടെ കിടന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് ഫൊക്കാനയിൽ അവർക്ക് ആകർഷകമായ രീതിയിലുള്ള സംരംഭങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ആകർഷകമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. അതിലൊന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ളതാണ്. ഫെസ്റ്റിവൽ റീജിയണൽ ഏരിയയിൽ സംഘടിപ്പിച്ചതിന് ശേഷം ദേശീയ തലത്തിൽ കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലൊക്കെ യുവജനോത്സവം സംഘടിപ്പിക്കുന്നത് പോലെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഒരു യൂത്ത് കൺവെൻഷൻ. ഇപ്പോൾ ഫൊക്കാനയിൽ 2 കൺവെൻഷനാണ് നടത്തുന്നത്. കേരള കൺവെൻഷനും അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര കൺവെൻഷനും. ഈ 2 കൺവെൻഷനും കൂടാതെ യൂത്തിന് മാത്രമായിട്ട് ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുക. അതിലൂടെ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടതായ ഗൈഡൻസ് കൊടുക്കുകയും അവർക്ക് വേണമെങ്കിൽ ലൈക്ക് കോളേജ് അഡ്വൈസ്, മെന്ററിങ്, കരിയർ ഡെവലപ്മെന്റ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരികയും നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യൂത്ത് കൺവെൻഷൻ നടത്തുകയും അതിലൂടെ നമ്മുടെ കുട്ടികളെ ആകർഷിക്കുകയും കൂടുതൽ കുട്ടികളെ നമ്മുടെ ഫൊക്കാനയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന നമ്മുടെ ആശഭാരത സംസ്കാരം തിരികെ പിടിച്ച് അത് നമ്മുടെ യുവതലമുറയിലേക്ക് പകരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം.
അടുത്തതായിട്ട് we will continue all the current projects like housing project, youth political internship പിന്നെ തുടങ്ങിയ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലുമുള്ള കായിക മത്സരങ്ങളും മറ്റും സംഘടിപ്പിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ഒരു സഹോദര രാജ്യമാണ് കാനഡ. ഈ ഫൊക്കാന എന്ന് വെച്ചാൽ അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി പ്രവാസികളുടെ സംഘടനകളുടെ ദേശീയ സംഘടനയാണ്. അതുകൊണ്ട് കാനഡയിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. കാരണം അവർക്ക് പല പൊസിഷനുകളും, അവര് മൈനോറിറ്റി ഗ്രൂപ്പാണ്, അവർക്ക് കൂടുതൽ പൊസിഷൻസ് കൊടുക്കുവാനും അവരെ കൂടുതലായിട്ട് നമ്മളുടെ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളിലേക്ക് ജോയിൻ ചെയ്യാനും. അടുത്തത് നമ്മുടെ മെമ്പർ അസോസിയേഷൻസ്. ഇപ്പോൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഫൊക്കാനയിലുള്ളവർ മെമ്പർ അസോസിയേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ആരെയും നമ്മൾ തിരിച്ചറിയുക പോലും ഇല്ല. അങ്ങനെയാണ് മെമ്പർ അസോസിയേഷൻസ് പറയുന്നത്. വീണ്ടും ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ സംഘടനകളുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുകയും അവരുമായിട്ട് വളരെയധികം സൗഹാർദ്ദം പുലർത്തുകയും, കാരണം ഇലക്ഷന് വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ഇലക്ഷൻ ഞങ്ങൾ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ 65 സംഘടനകളാണ് ഇപ്പോൾ നമ്മുടെ ഫൊക്കാനയിലുള്ളത്. എല്ലാ സംഘടനകളായിട്ടും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുകയും ഫൊക്കാനയുടെ പല പ്രവർത്തനങ്ങളിലും അവരെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട എയർലൈനുകൾ, കാരണം ഫൊക്കാനയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് മെമ്പേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ പ്രധാന എയർലൈനുകളുമായിട്ട് സഹകരിച്ച് അവരിൽ നമ്മൾക്കുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ട് നമ്മുടെ വിമാന ടിക്കറ്റുകളിലുള്ള നിരക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന് ഫൊക്കാന മെമ്പേഴ്സിന് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഫൊക്കാന ഇന്റർനാഷണൽ. മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ഫൊക്കാനയുടെ ഓരോ ചാപ്റ്ററുകൾ സ്ഥാപിക്കുകയും അവരുമായിട്ടൊരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ ഏകദേശം 5ഓളം രാജ്യങ്ങളിൽ ഫൊക്കാന ഇന്റർനാഷണൽ എന്ന പ്രോജക്റ്റ് പ്രകാരം ചാപ്റ്ററുകൾ സ്ഥാപിക്കുകയുണ്ടായി. ആ പ്രോജക്റ്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതായത് ഫൊക്കാനയുടെ പേര് ആഗോളതലത്തിൽ ഉയർത്തുവാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ ചെയ്യും. ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ഡ്രഗ് അഡിക്ഷൻ, മാറാരോഗങ്ങൾ, അങ്ങനെ നിരവധി കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അതിനുള്ള പ്രിവെൻഷനായിട്ട്, അതിനെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോജക്റ്റുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. അതായത് ജനങ്ങൾക്ക് നിരവധി ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോജക്റ്റുകൾ, ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും അവരിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ളത്. ഇനിയുള്ള പോയിന്റുകളെല്ലാം ഞങ്ങൾ as we go we will add as needed.